ഇപ്പൊ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അതായത് 11ാമത്തെ നമ്പർ ഇട്ട ഈ ഒരു ക്വസ്റ്റ്യൻ, ഇതിൽ പറഞ്ഞ കണ്ടോ, മുझे वह नहीं जानता था मेरे हाथ बढ़ाने को जानता था. അതായത് ഇവിടെ ഹതാശ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ था എന്ന് പറഞ്ഞ ടിപ്പണി ഉണ്ടല്ലോ, വിനോദ് കുമാർ ശുക്ലയുടെ ഒരു കവിതയ്ക്ക് നരേഷ് സക്സേന കൊടുത്ത ടിപ്പണി. ആ ടിപ്പണിയിലെ ഒരു വരിയാണ് ഇവിടെ തന്നിട്ടുള്ളത്. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഒരു ചെറിയ ഗ്രാമർ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചോദ്യം എത്രയേ ഉള്ളൂ, നീച്ചേക്ക് താലിക്ക, താലിക്ക എന്ന് പറഞ്ഞാൽ ടേബിൾ. അപ്പോൾ താഴെ നിങ്ങൾക്കൊരു ടേബിൾ കാണല്ലോ, നീച്ച എന്ന് പറഞ്ഞാൽ താഴെയുള്ള. അപ്പോൾ താഴെയുള്ള ടേബിളിൽ ദേക്കേ നിങ്ങളോട് നോക്കാനാ പറഞ്ഞത്, നോക്കിയല്ലോ. അപ്പോൾ എന്താ നിങ്ങൾ കാണുന്നത്, ഓർ ലിഖേ, എന്നിട്ട് നിങ്ങളോട് എഴുതാനാ പറഞ്ഞത് എന്ത്, മേരെ കിൻക സംയുക്ത രൂപ ഹേ. സംയുക്ത പറഞ്ഞാൽ യോജിപ്പിച്ചത്, അതായത് എന്തെല്ലാം തമ്മിൽ യോജിപ്പിച്ചിട്ടാണ് മേരെ എന്ന് പറഞ്ഞിട്ടുള്ള വാക്കുണ്ടായതെന്നാണ് ചോദിച്ചത്. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു സൂചന തന്നിട്ടുണ്ട്. എന്താ സൂചന, മുജെ എന്ന വാക്കുണ്ടായത് മേം പ്ലസ് കോ, മേം എന്ന ഒരു സർവ്വനാമം അതേപോലെ തന്നെ കോ എന്നൊരു പ്രത്യേക അല്ലെങ്കിൽ പരസർഗം കൂടി ചേർന്നിട്ടാണ് നമ്മുടെ മുജെ എന്ന് പറഞ്ഞ വാക്കുണ്ടായത്. എന്നിട്ട് ഇവിടെ രണ്ടാമത്തെ ബോക്സിൽ മേരെ എന്ന് പറഞ്ഞ വാക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ വാക്കുകൾ, ഇതേമാതിരി ഏത് സർവ്വനാമം ഏത് വിഭക്തി പ്രത്യയം കൂടി ചേർന്നിട്ടാണ് മേരെ എന്ന വാക്കുണ്ടായതെന്നാണ് ചോദിച്ചത്. ഇതിൻ്റെ ഉത്തരം മേം പ്ലസ് കെ ആണ്. അതായത് മേം എന്ന സർവ്വനാമം കെ എന്ന ഒരു പ്രത്യയം കൂടി ചേർന്നിട്ടാണ് മേരെ എന്ന് പറഞ്ഞിട്ടുള്ള വാക്കുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണ്ടേ, 2 മാർക്കിന് മിക്കവാറും സമാനമായിട്ടുള്ള ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു പോർഷൻ പഠിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യം ഹിന്ദിയിലെ പ്രധാനപ്പെട്ട സർവ്വനാമം അതേപോലെ തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിഭക്തികൾ എന്തൊക്കെയാണെന്നൊക്കെ പഠിക്കണം. അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ മേം, ഹം, തു, തും, ആപ്പ്, വഹ്, വേ, യഹ്, യെ, ഇതൊക്കെയാണ് ഹിന്ദിയിലെ പ്രധാനപ്പെട്ട സർവ്വനാമങ്ങൾ. ഇത് മാത്രമല്ല വേറെയുണ്ട്, പക്ഷെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഇനി വിഭക്തി പ്രത്യയങ്ങൾ അല്ലെങ്കിൽ പരസർഗം എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അതൊക്കെ എന്താണെന്നൊന്നും നിങ്ങളോട് ചോദിക്കില്ല. പക്ഷെ നിങ്ങൾക്ക് വരുന്ന ചോദ്യങ്ങൾ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ്, അതായത് ഇതുവരെ SLC പരീക്ഷയ്ക്ക് ചോദിച്ച രീതിയിലുള്ള ഈ ഒരു ഭാഗത്ത് നിന്ന് പല ടൈപ്പിലാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ SLC പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഈ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക, കെ, കി, കോ, മേ, സേ, പർ, നെ, കേലിയെ, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പരസർഗ വിഭക്തി പ്രത്യയങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ. ഇനി നമുക്ക് ചാപ്റ്റർ തുടങ്ങാം കേട്ടോ. ഇതൊക്കെ എങ്ങനെ ഈ 2 വാക്കുകളും കൂടി ചേർന്ന് കഴിഞ്ഞാൽ പുതിയ വാക്കുകൾ ഉണ്ടാവും. ഉദാഹരണത്തിന് മേം എന്ന വാക്കും ക എന്ന വാക്കും കൂടി ചേർന്നാൽ മേര എന്ന വാക്കുണ്ടാവും. അതേപോലെ മേം എന്ന വാക്കും കേലി എന്ന വാക്കും കൂടി ചേർന്നാൽ മേരേലി എന്ന വാക്കുണ്ടാവും. ഇങ്ങനെ ഓരോ സർവ്വനാമവും ഓരോ പ്രത്യയങ്ങളും കൂടി ചേരുമ്പോൾ പുതിയ വാക്കും ഉണ്ടാവും, പുതിയ അർത്ഥങ്ങളും ഉണ്ടാവും. അപ്പോൾ അർത്ഥങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കട്ടെ. കാരണം ഈ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരുപാട് സെൻറ്റൻസുകളൊക്കെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. പ്രത്യേകിച്ച് ഡയറി, ലെറ്റർ, ഇതിലൊക്കെ ഇങ്ങനെ നമുക്ക് ഈ സർവ്വനാമങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്താൽ അർത്ഥങ്ങളൊക്കെ മാറും. ഓക്കെ, ആദ്യം നമുക്ക് മേം എന്ന സർവ്വനാമത്തോട് വിഭക്തി പ്രത്യയങ്ങൾ ഓരോന്നും ചേരുമ്പോൾ പുതിയ ഏതെല്ലാം വാക്കുകൾ രൂപം കൊള്ളുന്നുവെന്നും അവയുടെ അർത്ഥങ്ങൾ എന്തെല്ലാമാണെന്നും ഒന്ന് പരിശോധിക്കാം. മേം എന്ന സർവ്വനാമത്തോട് ക എന്ന വിഭക്തി ചേരുമ്പോൾ മേര എന്ന പുതിയൊരു വാക്ക് രൂപം കൊള്ളുന്നു. എൻ്റെ എന്നാണ് ഇതിന്റെ അർത്ഥം. മേരാ പിത, മേരാ ബായ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ഇനി മേം എന്ന സർവ്വനാമത്തോട് കി എന്ന വിഭക്തി ചേരുമ്പോൾ മേരി എന്നാകുന്നു. ഇതിന്റെയും അർത്ഥം എൻ്റെ എന്ന് തന്നെയാണ്. അതുപോലെ മേമിനോട് കെ എന്ന് ചേരുമ്പോൾ മേരെ എന്നായി മാറുന്നു. മേമിനോട് കോ ചേരുമ്പോൾ മുജ്കോ എന്നും മുജെ എന്നും വരുന്നു. എനിക്ക് എന്നാണ് ഈ വാക്കുകളുടെ അർത്ഥം വരുന്നത്. ഇനി മേം എന്ന സർവ്വനാമത്തോട് മേം എന്ന പ്രിപ്പോസിഷൻ വരുമ്പോൾ മുജ്മേം എന്നാണ് വരുന്നത്. ഇതിന്റെ അർത്ഥം എന്നിൽ അല്ലെങ്കിൽ എന്റെയുള്ളിൽ എന്നൊക്കെയാണ്. അടുത്തത് മേം പ്ലസ് പർ, മുജ്പർ എന്ന വാക്ക് രൂപം കൊള്ളുന്നു. എൻ്റെ മേൽ എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. അതുപോലെ മേമിനോട് സേ കൂടുമ്പോൾ മുജ്സെ എന്ന് വരുന്നു. എന്നോട്, എന്നിൽ നിന്ന് എന്നൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം. ഇനി മേമിനോട് നെ ചേരുമ്പോൾ മേനെ എന്ന വാക്കുണ്ടാകുന്നു. ഞാൻ എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. മേമിനോട് കേലിയെ എന്ന വാക്ക് ചേരുമ്പോൾ മേരെ ലിയെ എന്ന ശബ്ദം ഉണ്ടാകുന്നു. എനിക്ക് വേണ്ടി എന്നാണ് ഈ പദത്തിന്റെ അർത്ഥം. അടുത്തത് തു എന്ന സർവ്വനാമത്തിൽ നിന്നും വരുന്ന ശബ്ദങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. തു പ്ലസ് ക, തേര. तू प्लस की, तेरी. तू प्लस के, तेरे. तू प्लस को, तुझको और तुझे. तू प्लस मेम, तुझ मेम. तू प्लस पर, तुझ पर. तू प्लस से, तुझसे. तू प्लस ने, तूने. तू प्लस के लिए, तेरे लिए. കൂട്ടുകാർ ഇവയുടെ അർത്ഥങ്ങൾ കൂടി പഠിക്കുക. അടുത്തത് തും. തും പ്ലസ് ക, തുമാര. തും പ്ലസ് की, तुम्हारी. तुम प्लस के, तुम्हारे. तुम प्लस को, तुमको और तुम्हें. तुम प्लस मेम, तुम मेम. तुम प्लस पर, तुम पर. तुम प्लस से, तुमसे. तुम प्लस ने, तुमने. तुम प्लस के लिए, तुम्हारे लिए. അടുത്തത് ഹം. हम प्लस का, हमारा. हम प्लस की, हमारी. हम प्लस के, हमारे. हम प्लस को, हमको और हमें. हम प्लस में, हम में. हम प्लस पर, हम पर. हम प्लस से, हमसे. हम प्लस ने, हमने. हम प्लस के लिए, हमारे लिए. അടുത്തത് ആപ്പ്.
आ प्लस का आपका, आ प्लस की आपकी, आ प्लस के आपके, आ प्लस को आपको, आ प्लस नेम आप नेम, आ प्लस पर आप पर, आ प्लस से आपसे, आ प्लस ने आपने, आ प्लस के लिए आपके लिए. അടുത്ത സർവനാമം വഹ്. വഹ് എന്ന സർവനാമത്തിൽ നിന്നും ഉണ്ടാകുന്ന വാക്കുകൾ ഉസ് എന്ന ശബ്ദത്തിലാണ് ആരംഭിക്കുന്നത്. ശ്രദ്ധിക്കുക. വഹ് പ്ലസ് ക ഉസ്ക, വഹ് പ്ലസ് കി ഉസ്കി, വഹ് പ്ലസ് കെ ഉസ്കെ, വഹ് പ്ലസ് കോ ഉസ്കോ, വഹ് പ്ലസ് മേം ഉസ്മേം, വഹ് പ്ലസ് पर उस पर, वह प्लस से उससे, वह प्लस ने उसने, वह प्लस के लिए उसके लिए. വഹ് എന്ന സർവനാമത്തിൽ നിന്നും ഉസ് എന്ന ശബ്ദമാണ് രൂപം കൊള്ളുന്നതെങ്കിൽ യഹ് എന്ന സർവനാമത്തിൽ നിന്നും ഇസ് എന്ന ശബ്ദം രൂപം കൊള്ളുന്നു. ശ്രദ്ധിക്കുക. യഹ് പ്ലസ് ക ഇസ്ക, യഹ് പ്ലസ് കി ഇസ്കി, യഹ് പ്ലസ് കെ ഇസ്കെ, യഹ് പ്ലസ് കോ ഇസ്കോ ഓർ ഇസെ, യഹ് പ്ലസ് മേം ഇസ്മേം, യഹ് പ്ലസ് पर इस पर, യഹ് പ്ലസ് से इससे, യഹ് പ്ലസ് ने इसने, യഹ് പ്ലസ് के लिए इसके लिए. ഇനി വേ എന്ന സർവനാമം വരുമ്പോൾ ഉൻ എന്ന ശബ്ദമാണ് രൂപം കൊള്ളുന്നത്. ശ്രദ്ധിക്കുക. വേ പ്ലസ് ക ഉൻക, വേ പ്ലസ് കി ഉൻകി, വേ പ്ലസ് കെ ഉൻകെ, വേ പ്ലസ് കോ ഉൻകോ ഓർ ഉനേം, വേ പ്ലസ് മേം ഉൻമേം, വേ പ്ലസ് पर ഉൻ पर, വേ പ്ലസ് സെ ഉൻസെ, വേ പ്ലസ് നെ ഉനോനെ. ശ്രദ്ധിക്കുക. ഉന്നെ എന്നല്ല ഉനോനെ എന്നാണ്. വേ പ്ലസ് കെ ലിയെ ഉൻകെ ലിയെ. വേയെ പോലെ തന്നെ യെ എന്ന സർവനാമം വരുമ്പോൾ ഇൻ എന്ന ശബ്ദമാണ് രൂപം കൊള്ളുന്നത്. യെ പ്ലസ് ക ഇൻക, യെ പ്ലസ് കി ഇൻകി, യെ പ്ലസ് കെ ഇൻകെ, യെ പ്ലസ് കോ ഇൻകോ ഓർ ഇനേം, യെ പ്ലസ് മേം ഇൻമേം, യെ പ്ലസ് पर ഇൻ पर, യെ പ്ലസ് സെ ഇൻസെ, യെ പ്ലസ് നെ ഇനോനെ, യെ പ്ലസ് കെ ലിയെ ഇൻ കെ ലിയെ. ഹിന്ദിയിലെ പ്രധാനപ്പെട്ട സർവനാമങ്ങളും വിഭക്തികളും ഇവ രണ്ടും ചേർന്നുണ്ടാകുന്ന പുതിയ പദങ്ങളുമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തിൽ നിന്നും പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങൾ പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം, ഉസ്കാമേം നിഹിത് സർവനാം കോൺസാഹെ. ഇതിങ്ങനെ ഡയറക്റ്റ് ആയിട്ടില്ല നിങ്ങൾക്ക് വരിക. ചിലപ്പോൾ എന്തെങ്കിലും ഒരു സെന്റൻസ് തരും, എന്നിട്ട് അതിൻ്റെ ഇടയിൽ വരുമെന്ത് ഉസ്കാമേം നിഹിത് സർവനാം കോൺസാഹെ എന്ന് പറയും. നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ മാതിരി ഉസ് എന്ന ശബ്ദം വരണമെങ്കിൽ വഹ് എന്ന സർവനാമം വരണമല്ലോ. അപ്പോൾ അതിൻ്റെ ആൻസർ വഹാണ്. അതേപോലെ ഇനോനെ എന്നാണ് രണ്ടാമത്തെ ചോദിച്ചത്. അതും വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കുക. ഇൻ എന്ന സൗണ്ട് വരുന്ന എല്ലാ വാക്കുകളുടെയും സർവനാമം ഏതായിരിക്കും? യെ ആണ്. അപ്പോൾ ആൻസർ യെ. ഇനി അതേപോലെ മുജെ എന്ന് പറഞ്ഞതിലെ സർവനാമം ഏതാണെന്നാണ് ചോദിച്ചത്. മുജെ എന്നുള്ളതിലെ മേം ആണ്. അപ്പോൾ ഒന്ന് വീഡിയോ കണ്ടവർക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും. ഇനി നാലാമത്തെ ചോദ്യം, സഹി ശബ്ദ് ചുൻകർ ലിഖെ. അതായത് ഇതിൽ ശരിയായ വാക്ക് ഏതാണെന്ന് കണ്ടെത്തിയതാണ് പറഞ്ഞത്. മേം പ്ലസ് കി മുജെ, മേം പ്ലസ് ക മുജെ, മേം പ്ലസ് കോ മുജെ, മേം പ്ലസ് കെ മുജെ. അതിൽ ശരിയായ ഉത്തരം മേം പ്ലസ് കോ മുജെ ആണ് അല്ലേ. മേം എന്ന സർവനാമം മുജെ കോ എന്ന പ്രത്യേകം കൂടി ചേർന്നിട്ടാണ് മുജെ എന്ന വാക്കുണ്ടാവുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇനി അടുത്തത് നമൂനയ്ക്ക് അനുസാർ താലിക പൂർത്തീകരെ. നമ്മൾ നേരത്തെ പറഞ്ഞ അതേപോലത്തെ ക്വസ്റ്റ്യൻ ആണ്. വഹ് പ്ലസ് നെ എന്ന് പറഞ്ഞിട്ട് ഉസ്നെ എന്ന് വന്നു. അതേപോലെ വേ പ്ലസ് നെ എന്താണെന്നാണ് ചോദിച്ചത്. വേ പ്ലസ് നെ ഉനോനെ എന്നാണ് അല്ലേ. ഇനി അടുത്ത് നമൂനയ്ക്ക് അനുസാർ താലിക പൂർത്തീകരെ എന്ന് പറഞ്ഞിട്ട് മറ്റൊന്ന് വന്നിട്ടുണ്ട്. താലിക അല്ല താലിക എന്നാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആൻസർ ക്വസ്റ്റ്യൻ ഇതാണ്. തുജെ എന്ന് പറഞ്ഞത് തു പ്ലസ് കോ ആണ്. അങ്ങനെയാണെങ്കിൽ തുമേം എന്നുള്ളത് എന്താണെന്നാണ് ചോദിച്ചത്. തുമേം എന്നുള്ളത് തും പ്ലസ് കോ ആണ് കേട്ടോ.